ഹലോ ഗൈസ്, ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ കുടുംബക്ഷേത്രമായ വീണ്ടുവയൽ ആരുവില്ലി ക്ഷേത്രത്തിലെ പുത്തരി വിശേഷങ്ങളെക്കുറിച്ചാണ്. കതിര് കയറ്റുന്നതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ അമ്പലത്ത് ആദ്യം തലയിൽ വെച്ചിട്ട് അത് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറ്റുകയാണ് ചെയ്യുന്നത്. തുലാപ്പത്താണ്, പുത്തരിയാണെന്നൊന്നും മഴയ്ക്കില്ലല്ലോ, നല്ല മഴയുണ്ടായിരുന്നു. ഇടവിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് ഇവിടെയുള്ള ഏട്ടന്മാരെല്ലാവരും കൂടെ അമ്പലത്തേക്ക് ഭക്ഷണം പാകം ചെയ്യാനുള്ള വെള്ളം കൊണ്ടുവന്നുകൊണ്ടിരുന്നു. നല്ലോണം വഴുതുന്നുണ്ടായിരുന്നു വഴിയെല്ലാം. മഴ പെയ്തത് കൊണ്ട് തന്നെ മുറ്റും ചെറിയ വഴുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ദൈവത്തിൻ്റെ സന്നിധി ആയതുകൊണ്ട് തന്നെ ആർക്കൊന്നും പറ്റാണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ നടന്നു. അമ്പലനടയിൽ വെച്ച് പൂജിച്ചതിന് ശേഷം എല്ലാവരുടെയും വീടുകളിലേക്ക് കൊണ്ടുപോകുന്നതിനായി വാഴയിലകൾ നിരത്തി വെച്ച് അതിലേക്ക് കതിരും തേങ്ങാപ്പൂളും പിന്നെ മാവിലയും അതുപോലെ ആലിലയും വെച്ച് കൊടുക്കുന്നതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ വീടുകളിലേക്കും കൊണ്ടുപോകുന്നതിനുള്ള കതിരെല്ലാം വാഴയിലയിൽ നിറച്ചു വെച്ചതിന് ശേഷം എല്ലാവരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പരിപാടികളെല്ലാം ചെയ്യുന്നതിനിടയ്ക്കും ചെറുതായിട്ട് മഴ പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്നാലും ആരും തന്നെ അത്ര കാര്യമാക്കി എടുത്തില്ല മഴയെ. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായാണ് തുലാപ്പത്ത് പുത്തരി ഞങ്ങൾ ആഘോഷിക്കുന്നത്. നെൽക്കതിര് വീട്ടിൽ കയറ്റുവാനായിട്ട് എല്ലാവരും കൊണ്ടുപോവുകയാണ്. വിളക്ക് കത്തിച്ച് അത് കയറ്റി അത് വീടിൻ്റെ ഉത്തരത്തിൽ കെട്ടുകയാണ് ചെയ്യുന്നത്. ഇതാണ് മെയിനായിട്ട് ഞങ്ങളുടെ തുലാപ്പത്തിനുള്ള ആചാരം എന്ന് പറയുന്നത്. ഇതിനിടയിലാണ് നമ്മുടെ പാപ്പും അതുപോലെ പാപ്പുവിൻ്റെ അച്ഛനും അമ്മയും വന്നത്. അവർ പ്രാർത്ഥിക്കുന്ന വീഡിയോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അവർ കാണാണ്ടാണ് ഞാനത് ചെയ്തിരിക്കുന്നത്. ഇന്ന് മൺഡേ ആണെന്ന് വെച്ചിട്ട് പാപ്പു ക്ലാസ്സിലൊന്നും പോയിട്ടില്ല. പാപ്പു മാത്രമല്ല, ഇവിടെയുള്ള ചോട്ട പിള്ളേരും അതുപോലെ ഞാനടക്കം ക്ലാസ്സിൽ പോയിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ കണ്ണേട്ടൻ്റെ രണ്ടാമത്തെ കുട്ടീൻ്റെ ചോറൂണും അമ്പലത്തിൽ വെച്ച് നടത്തിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് വിശപ്പല്ലേ മുഖ്യം, അതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല. പാപ്പുവിൻ്റെ ഫ്രണ്ട്സിനൊക്കെ കളിച്ച് നടന്നിട്ടൊക്കെ നല്ല വിശക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ തന്നെ പിള്ളേരെ കൊണ്ട് നിർത്തി അതിൻ്റെ കൂടെ ഞാനും കൂടെ ചാടിക്കയറി അങ്ങ് ഫുഡ് അടിച്ചു. എനിക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമ്മുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ് വർക്കൗട്ട് ആവുക, നല്ലോണം ഫുഡ് അടിച്ചല്ലേ. അതുകൊണ്ട് ഫുഡ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ചാടി വീഴും. പ്രത്യേകിച്ച് അമ്പലത്തെ ഭക്ഷണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയല്ലേ. കൂടെ ലാസ്റ്റ് ഒരു പായസം കൂടെ കഴിച്ച് കഴിയുമ്പോൾ എന്താ ആശ്വാസം എന്നറിയും. കണ്ണേൻ്റെ കുഞ്ഞാവേൻ്റെ ചോറൂണ് കാണുമ്പോഴാണ് എനിക്ക് പാപ്പുവിൻ്റെ ചെറുതിലുള്ള ചോറൂണ് ഓർമ്മ വരുന്നത്. പാപ്പു ആയിരുന്നെങ്കിൽ എന്തൊരു നിലവിളിയായിരുന്നേന്നറിയോ. ഭയങ്കര കരച്ചിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഗ്ഗ പുകയായിരിക്കും. ഞങ്ങളുടെ അമ്പലത്തും അതുപോലെ കല്ലിങ്കര അമ്പലത്തും ചിങ്ങരി അമ്പലത്തൊക്കെ പോയിട്ട് പാറുവിന് ചോറൂണ് നടത്തിയിരുന്നു. ഏതൊരു അമ്പലത്തിൽ പോയി ചോറൂണ് നടത്തിയാലും അവൾ ആ ദിവസം കരഞ്ഞ് നേലെ വിളിച്ച് ജഗ്ഗ പുകയാക്കിയിരിക്കും. പക്ഷേ ഇവിടെ ഈ കണ്ണേട്ടൻ്റെ കുഞ്ഞാവ നല്ല കുട്ടിയായിട്ട് അടങ്ങിയിരുന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ നല്ല സന്തോഷം തോന്നി. എനിക്ക് ശരിക്കും എൻ്റെ പാപ്പുവിനെ കണ്ട പോലെ തന്നെ തോന്നി. ഇതിൻ്റെ ഒക്കെ ഇടയിലാണ് നമ്മുടെ ലല്ലുവും പൊന്നും കൂടെയുള്ള അടി കാണുന്നതായിരുന്നു ഗൈസ്. നല്ല രസമായിരുന്നു. പൊന്നു ഓരോന്നും പറഞ്ഞ് ലല്ലുവിനോട് പോയി ചൊറിയും, ലല്ലു പോയി മാന്തി പറിക്കും, കൊഞ്ഞനം കുത്തി കാണിച്ചു കൊടുക്കുക, നാക്ക് നീട്ടി കാണിച്ചു കൊടുക്കുക, എന്തൊക്കെ വേണമെന്നായിരുന്നു എന്നറിയോ. അതിൻ്റെ ഇടയ്ക്ക് പാറും ലച്ചുമൊക്കെ വന്നിട്ട് അവൻ ഇക്കിളിയൊക്കെ ആക്കി നോക്കണ്ടായിരുന്നു. പിന്നെ പൊന്നൂനെ ചവിട്ടണമെന്നും പറഞ്ഞിട്ട് തോട്ടട്ടെ എന്നും പറഞ്ഞിട്ട് കാലും നീട്ടി പൊന്നൂൻ്റെ അടുത്ത് പോണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. അവർ രണ്ടുപേരും ഇങ്ങനെയാണ് കാണുമ്പോൾ എപ്പോഴും കുറുമ്പ് കൂടിക്കൊണ്ടിരിക്കും. പിന്നെ ലാസ്റ്റ് അമ്പലത്തെ പ്രസാദമൊക്കെ എടുത്തിട്ട് വന്ന് പാപ്പുവിന് എന്നെ ആദ്യം തീറ്റി കൊടുത്ത് പിന്നെ ഞങ്ങളെല്ലാവരും കഴിച്ചു. ഓൾറെഡി ഭക്ഷണം കഴിച്ചുകൊണ്ട് എല്ലാവരും വയറ് നിറഞ്ഞിരിക്കുകയായിരുന്നു. അതോടുകൂടെ ഇന്നത്തെ പുത്തരി വിശേഷം കഴിയുന്നു.